പല സ്വയം പ്രഖ്യാപിത ലേഡി സൂപ്പർ സ്റ്റാറുകളുള്ള നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ കഴിവും സാമർഥ്യവും സൗന്ദര്യവും കൊണ്ട് ഏവരാലും അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അല്ല, ഇത് എവിടെയായിരുന്നു? മര്യാദയ്ക്ക് ബാഹുബലിക്ക് ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് പോലും എവിടെയും കണ്ടില്ലല്ലോ. എനിവേ ഗൈസ്, നമ്മുടെ അനുഷ്ക ഷെട്ടിയുടെ കഞ്ചാവ് കൊണ്ട് വിളയാടിയ ഘാട്ടി എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് വറക്കാൻ എടുത്തിരിക്കുന്നത്. സോ പടം ആരംഭിക്കുമ്പോൾ കഞ്ചാവ് കൃഷിയും അത് കടത്തിലും ഒരു തൊഴിലായി കാണുന്ന ഒരു വിഭാഗം മനുഷ്യരെ കാണിച്ചാണ്. അവരെ ഘാട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത്. കാടും മലയും പുഴയും കടന്നവർ ഡ്രഗ് മാഫിയക്ക് കഞ്ചാവ് കൊണ്ടെത്തിക്കും. ഇവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കഞ്ചാവ് കൊണ്ട് എത്തിക്കുമ്പോ സ്കൂളിലെ കൊച്ചു പിള്ളേര് വരെ പ്രോ ലെവൽ സ്മോക്കർമാരാണെന്ന് അവിടെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഡാഡി ഗിരിജയും ടീമും കൂടി ഒരു പ്രത്യേക തരം ലായനി പിടിക്കുകയാണ് ഗൈസ്. അതെ ഗൈസ്, കഞ്ചാവിന്റെ ഹൈ THC കണ്ടന്റ് കൂട്ടി അത് ദ്രാവക രൂപത്തിലാക്കി ബ്രേക്കിംഗ് ബാഡ് കളിക്കുന്ന പുതിയ അണ്ണന്മാർ ഇറങ്ങിയിരിക്കുകയാണ് പട്ടണത്തിൽ. ഇവരെ നോക്കി വെച്ചോ, മധ്യത്തിൽ മൈസൂർ പാവയെ പോലെ നിൽക്കുന്ന ആ മനുഷ്യനും വലതുവശത്ത് കോടാലി പോലെ ഷട്ടിൽ ബാറ്റ് പിടിച്ച ആ അണ്ണനും വിക്ടോറിയ സീക്രട്ടിലെ ഷഡ്ഡി പരസ്യത്തിൽ വരുന്ന ഈ ചേച്ചിയുമാണ് ഇവിടുത്തെ മെയിൻ ഡ്രഗ് കാർട്ടൽസിലെ ടീമുകൾ. ഇനി ഇതാരാണെന്നും ഇദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ആ മുഖത്തെ കുണ്ടിതം കണ്ട അറിഞ്ഞൂടെ അങ്ങനെ ഒരു വഞ്ചകനാണെന്ന്. ഇനി ഗൈസ്, നേരത്തെ കാണിച്ച ആ ബോസുകളല്ലാതെ ഈ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കഞ്ചാവ് വാങ്ങിച്ച് അത് മറ്റുള്ളവർക്ക് മറിച്ചടിക്കണോ മരണം ദാ ഇവനും ദേണ്ട അവന്റെ ചേട്ടനായ ദിവനും. ദിവൻ എന്ന് പറയുമ്പോൾ ഈ കിളവനല്ല, ഈ കിളവന്റെ മകനും ടീമുമാണ്. ഇവരറിയത് ഓയിൽ രൂപത്തിൽ കഞ്ചാവ് കടത്തണം എന്ന് പറയാൻ തെറ്റിദ്ധരിച്ച് ചുമ്മാ വെടിവെച്ചൊക്കെ കൊല്ലുന്നു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നായിക അനുഷ്ക ഷെട്ടി. നായിക ഒരു ബസ്സിലെ കണ്ടക്ടറാണ്. നമ്മുടെ നായികയുടെ ഒരു വലിയ പ്രത്യേകത ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കോരിത്തരിക്കും. വേറൊന്നുമല്ല, സത്യമായിട്ട് ഇതിലെ നായിക ഏയാണ് ഗൈസ്. നിങ്ങൾ ആ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മനസ്സിലായില്ല? വ്യക്തമായില്ല? ഈ സൈഡ് ഷോട്ട് നോക്കൂ. അമ്മയാണ് ഗൈസ് ഈ സിനിമയില് അനുഷ്കയുടെ മുഖം മൊത്തം വെച്ച് ചുളുക്കൊക്കെ മാറ്റിയിരിക്കണം. ഒരുമാതിരി ഇല്ലാത്ത സിക്സ് പാക്ക് സൽമാക്കാൻ വെക്കണ കണക്ക്. ഒരു പടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലൊക്കെ ചിലപ്പോ DAGന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇതിപ്പോ സിനിമയിലെ അനുഷ്ക മൊത്തത്തിൽ അമ്മേ റോബോട്ട് അല്ലേ തന്നെ. നിങ്ങൾ ആ മുഖത്തോട് നോക്കിയാണ് ഇങ്ങനെയാണ് അനുഷ്ക ഇരിക്കണ. ഇത് അനുഷ്കയൊന്നും അല്ല, ആറടി പൊക്കമുള്ള ഏതാ പയ്യനെ പിടിച്ചോണ്ട് ഒന്ന് വിഗും വെച്ച് കൊടുത്ത് അനുഷ്കയെ പോലെ മുഖം എഡിറ്റ് ചെയ്ത് വെച്ചേക്കണ്. തലയെ കൂടി വെള്ളം ഒഴിച്ച് രണ്ട് കുലുക്കുലിക്ക് മുഖത്ത് ഇലക്ട്രിസിറ്റി പായാണ് കാണാം. അമ്മയുടെ റോബോട്ട് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇതൊന്ന് നോക്കൂ. ഇത് അനുഷ്കെ, ഇത് വെള്ളി മൂങ്ങ. ആ മുഖവും ചുണ്ടും പല്ലും കണ്ണും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയാണ്. മുഖം നോക്കടേ മപ്പാസ് ഉണ്ടാക്കിയാണൊക്കെ ഇരിക്കണല്ലേ. അനുഷ്കയൊന്നുമല്ല, ഇത് ജാർവിസ് ആണ്. ജാർവിസ് തിയേറ്ററിൽ അനുഷ്കയെ കാണാന്ന് പറഞ്ഞ് ചെന്നവരൊക്കെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ കാണിച്ച് പറ്റിച്ച്. ശരി, അതങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. പ്രഭുവിന്റെ മകനാണ് ഈ സിനിമയിലെ നായകൻ. ഇവരെല്ലാരും കൂടി വലിയ റിസ്ക് എടുത്താണ് പ്രീമിയം ക്വാളിറ്റി നീലച്ചടയം വളർത്തി അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്ന് ഈ ഡ്രഗ് കാർട്ടലിനൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഒരവസരത്തിൽ ഒരു പോലീസ് റെയ്ഡിന്റെ ഭാഗമായി ഇവരെ പോലീസ് പിടിക്കുന്നുണ്ട്. അന്നുണ്ടായ ആ പോലീസ് റെയ്ഡിൽ നമ്മുടെ നായകന്റെ അച്ഛൻ തട്ടിപ്പോകും. ഇവർ രണ്ടുപേരെയും പോലീസ് കൊണ്ടിട്ട് ചാമ്പ്യൻ ചെയ്യും. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി അവർക്ക് അച്ഛന് വായ്ക്കരി ഇടാനായിരുന്നു വിധി. ഇവിടെയൊക്കെ ചാവുമ്പോ വായ്ക്കരിയാണെങ്കിൽ അവർക്ക് ചാവുമ്പോ കഞ്ചാവ്. ചത്ത അച്ഛന്റെ വായ്ക്കൊക്കെ തൊട്ട് ഒരു പിടി കഞ്ചാവും വാരിയിട്ട് കഞ്ചാവ് കലക്കൊണ്ടാക്കി ഇഡലി ഹാഷിഷ് ഓയിലിന്റെ ജ്യൂസും കുടിച്ച് അവരങ്ങ് പിരിയും. കഞ്ചാവും ഒരു കൃഷിയാണ്. ആ കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ജീവിത കഥയാക്കിയ ഈ സിനിമ പ്രൊഡക്ഷൻ ടീമിന് എന്റെ അഭിവാദ്യങ്ങൾ. അല്ല, ശരിക്കും ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടാ. ഇവിടെ കഞ്ചാവ് കൃഷി ചെയ്യുന്നവരും കൃഷിക്കാരാണ്. കഞ്ചാവൊക്കെ രായ്ക്ക് രാമായണം ലീഗലാക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. അതിനിടയിൽ നമ്മുടെ ഡാഡി ഗിരിജ ഈ പ്രത്യേകതരം ഓയിൽ കണ്ടുപിടിക്കാനുള്ള മെഷീന് വേണ്ടി അഘോരത്രം പണിയെടുക്കുമ്പോൾ ഒരു സേട്ടിന്റെ കൂമ്പിലിട്ടിടിച്ച് ആരാണ് ഈ സാധനം എത്തിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുകയാണ്. പക്ഷെ ആളുടെ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് സാധനം കൊണ്ടുവയ്ക്കുന്നതും അവിടെ നിന്നാണ് പണം കൈപ്പറ്റുന്നതെന്നും മാത്രം ഇയാൾ പറയുന്നു. എന്താടാ ഇങ്ങനെ ചുണ്ടു പിടിച്ച് തയ്ക്കാൻ പോണേ? തമ്പാക്ക വയ്ക്കാൻ പറ്റില്ലെന്ന്. ഇനി ആരാണ് ആ ഓയിലൊക്കെ ഇവിടെ എത്തിക്കണേന്നല്ലേ? നമ്മുടെ നായകനും നായികയും കൂടെ ചേർന്നാണ് ഈ ഓയിലൊക്കെ ഇവിടെ എത്തിക്കുന്നത്. ആ തോളത്ത് വെച്ച് ചുമന്നോട്ട് പോണ ആ തൂണിനകത്ത് രണ്ട് നിറച്ച് പൈസയാണ് ഗൈസ്. ഇവർ രണ്ടുപേരും കൂടിയാണ് പ്രത്യേകതരം ഓയിൽ ഉണ്ടാക്കി ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഗൈസ്. ഇത് ഭയങ്കര സർപ്രൈസ് എലമെന്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈയിടെ സിനിമ തുടങ്ങുമ്പോഴേ നമുക്കറിയാം വേനൽക്കാലത്ത് മഴ വരില്ലെന്ന്. പ്രെഡിക്റ്റബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോട്ടിലെ വിജയ് ഹെൽമറ്റ് ടൂറിനെക്കാളും വലിയ പ്രെഡിക്റ്റബിൾ. പിന്നെ ഒരു തോക്കം കൊണ്ട് ചെല്ലുകയാണ് അങ്ങ് മുഞ്ചു കളയാ. പോടാ നീയും പോടാ.
മോക്കം വറുത്ത മാവി കുഴച്ചു വെച്ചേക്കണം. ജന്മം കൊണ്ട് മനുഷ്യനും രൂപം കൊണ്ട് ഏയും. എനിവേ ഗൈസ്, നമ്മൾ സിനിമയിലേക്ക് കിടന്ന പിന്നെ കുറച്ച് സമയം ഘാട്ടുകളെല്ലാം കൂടി മല കയറുന്ന ഒരു പാട്ട് അങ്ങോട്ട് ഇടും. മലയും താഴ്വരയൊക്കെ കണ്ട് നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ആസ്വദിക്കാം. മെരാ കശ്മീർ അല്ല, ആ പാട്ടല്ല ഇവിടെ. സോ ഗൈസ്, ഈ ഗ്രാമത്തിൽ ഒരു ആചാരമുണ്ട്. പരസ്പരം ഇഷ്ടത്തിലായിരിക്കുന്നവർ തമ്മിൽ കയ്യിൽ രാഖി കെട്ടിയാൽ പിന്നെ അവർ കല്യാണം കഴിക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ചടങ്ങാണ്. വേണ്ടേ, ഇതാണ് ആ മഞ്ഞളി പൊതിഞ്ഞ മഞ്ഞച്ചരടുള്ള രാഖി. ഇത് കയ്യിൽ കെട്ടണം. ഇത് കയ്യിൽ കെട്ടിയ അടുത്ത ഗുളിക മുഹൂർത്തത്തിൽ കല്യാണം. മോഞ്ഞേ മക്കളെ മുതുക്ക് കാളായില്ലേ, പെണ്ണൊക്കെ കെട്ടണ്ടേ, ഇങ്ങനെ വിത്ത് കളയായിട്ട് നടന്നാ മതിയാ. അങ്ങനെ അമ്മച്ചിയുടെ വാക്ക് കേട്ട് അവർ പരസ്പരം രാഗി കെട്ടി കല്യാണം കഴിക്കുകയാണ്. ഗൈസ്, ആർക്കടാ സൂക്ഷിച്ചൊക്കെ കെട്ടി കേട്ടാ. മോന്ത നല്ലോണം നോക്കി വെച്ചോ. ഏയാണ് ആദ്യ രാത്രി 5 പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേ വല്ല എറർ വന്നിട്ട് മോകം കുഴിമന്തി പോലെ ഇരിക്കും അവസാനം. മീൻവെൽ ഇവിടെ കല്യാണ പ്ലാനൊക്കെ നടക്കുമ്പോ വില്ലന്മാരെ അവരുടെ ഗോഡവും കണ്ടുപിടിച്ച് അതിനകത്ത് കയറി കഞ്ചാവ് എടുത്തിട്ട് വലിക്കും. ശേഷം എല്ലാരും എടുത്തിട്ട് ഇടിച്ച് കെട്ടിയിടും. ശരിക്കും പറഞ്ഞാൽ ഈ ഘാട്ടികൾ ഇവർക്ക് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർ തന്നെ സ്വന്തമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കച്ചവടം ചെയ്യുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല. മാത്രമല്ല ഘാട്ടികളെ ജാതിയിൽ കുറഞ്ഞ വെറും സാധാരണ മനുഷ്യരായിട്ടാണ് അവർ കാണുന്നത്. ഇവരൊക്കെ വലിയ എണ്ണന്മാരും അവർ വെറും കൂലികൾ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ നായകനും നായികയും എത്തുന്നത്. അവിടേക്ക് ഡീല് പേശാൻ വേണ്ടി കയറി വന്ന നായകനോട് കഞ്ചാവ് അടിച്ച് കൂർക്കം വലിച്ചിട്ട് എന്റെ അടുത്ത് ഡീല് പേസോടാന്ന് പറഞ്ഞ ഒരു ഒറ്റ അടി. പിന്നെ അവിടെ ഒരു യുദ്ധമാണ് ഗൈസ്. അങ്ങനെ ഒടുവിൽ നായകനും നായികയും ടീമും കൂടി എല്ലാവരും ഇടിച്ചു ഉറക്കും. എന്നിട്ട് വില്ലനെ കഞ്ചാവ് വെള്ളത്തിൽ പിടിച്ച് മൂക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു പായല് പൊതിഞ്ഞ് ചുമന്നുകൊണ്ട് വിക്ടോറിയ സീക്രട്ട് വില്ലത്തി ബിക്കിനിട്ട് കുളിക്കണ പൂളിൽ കൊണ്ടിട്ട് കൊടുക്കും. സോ ഗൈസ്, ഇനി അനുഷ്ക ഷെട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നായിക ജനിച്ചതെന്ന് അറിയാമോ? അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വല്ല ഒസാത്തിമാരൊക്കെ കിട്ടി അവരാണ് ഒന്ന് പ്രസവം എടുക്കണം. പ്രസവിക്കാറായ സ്ത്രീകളെ ഇതുപോലൊരു വലിയ തൂണിൽ പിടിച്ച് യേശുവിനെ കുരിശ് തറച്ച പോലെ പിടിച്ച് കെട്ടിയിടും. എന്നിട്ട് അങ്ങ് പ്രസവിക്കാൻ പറയും. സമയമുള്ളപ്പോ പ്രസവിച്ചോണം. ഇതാണ് അവിടുത്തെ കാര്യം. അനുഷ്കനെ പ്രസവിക്കാൻ സമയത്ത് ഒന്നി അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ രണ്ടുപേരും പോകും. അപ്പൊ നോക്കുമ്പോ നമ്മളെ നായകനല്ലേ ഈ ചെറുക്കൻ, ഇവ ഓടിപ്പോയി അവിടുത്തെ കഞ്ചാവ് ഇല പറിച്ചോണ്ട് വന്ന് അതിന്റെ നീരെടുത്ത് അമ്മച്ചി കൊടുക്കും. അത് കഴിച്ചോടെ അമ്മ ശിവദർശനം കിട്ടി പരലോക പ്രവേശമാകാമെന്ന് പറഞ്ഞ് നേരെ അങ്ങ് മോളോട്ടും പോകും. കുഞ്ഞ് അനുഷ്ക നേരെ താഴോട്ടും. അങ്ങനെയാണ് അത്രേ അനുഷ്ക ജനിച്ചത്. ജന്മന കഞ്ചാവ് കാരണം ജനിച്ച കഞ്ചാവിന്റെ അനുഗ്രഹമുള്ള അനുഷ്കനെ ആർക്കടാ ഇനി തോപ്പിക്കാൻ പറ്റണം. മാത്രമല്ല നായികയും നായകനും തമ്മിൽ ഒരു കഞ്ചാവ് ബന്ധമാണുള്ളത്. പോരാഞ്ഞിട്ടോ എനിക്ക് തോന്നുന്നു ഇതിന്റെ തിരക്കഥാകൃത്ത് എഴുതാൻ നേരം നല്ലപോലെ വലിച്ചു കേട്ടിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ആരുടെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണ. ഈ പടമൊക്കെ ബോബ് മാർലൊക്കെ ഇഷ്ടപ്പെട്ടെ. പിന്നിപ്പം മട്ടാഞ്ചേരി മാർട്ടിനും ഇഷ്ടപ്പെടും. കഞ്ചാവിന്റെ ഗുണങ്ങളിൽ ഒന്ന് കൊടുത്ത പ്രസവം എടുക്കാം, പുകച്ചാപ്പാര ലോകം കാണാം. എന്തായാലും ഇത്തടം വരെ ആയില്ലേ. നമ്മുടെ ഇടികിട്ടി വില്ലനെ ചേട്ടനും കൂടെ വന്ന് ഇവരെ ലാഭമൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളാം, കാര്യങ്ങൾ ഇത്തടം വരെയായി, നമുക്ക് ബിസിനസ് പേസല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡീലൊക്കെ ഉറപ്പിച്ചിട്ട് ഇവരങ്ങ് പോകുമേ. മണം ഭയങ്കര മണമുണ്ടാ. എന്തായാലും കാര്യങ്ങളൊക്കെ ശുഭമായി നടക്കുകയാണല്ലോ. അതിനാൽ തന്നെ ഇവർ വിചാരിക്കും ഇനിയിപ്പോ കല്യാണം കഴിക്കാന്ന്. അങ്ങനെ അവർ കല്യാണം കഴിക്കുകയാണ് ഗൈസ്. അപ്പൊ അതാ അവിടേക്ക് വില്ലന്മാരുടെ കടന്നുവരവ്. പിന്നെ അവിടെ വലിയൊരു യുദ്ധം, അടിപിടി, ബഹളം, കോലാഹലം, കണ്ണീരൊപ്പാൻ ആരുമില്ല. കയ്യിൽ കിട്ടിയ ചാമ്പിക്കളയും. മൊണ്ണേ കുത്തി നായിക വീണേ, കാറിൻ മുകളിൽ വില്ലൻ വരണേ, നടിയേതേണ്ടേ ചോന്നുകൊണ്ട് പോണേ, നായിക ഓടടാ ഓട്ടം തന്നെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ഗൈസ്, ഈ നായിക ഇല്ലേ ഈ കാറിന്റെ പുറകെ കുറെ നേരം കിടന്ന് ഓടും. ഇത്രയും തരം മാരക ഓട്ടോ ഒക്കെ ഓടി ചെല്ലുമ്പോൾ നായകനെ അവന്മാർ 5 പേര് ഇരുന്ന് പിടിച്ചൊക്കെ നിർത്തും. മണ്ടൻ. എന്നിട്ട് നായകനെ തറയിലിട്ട് ഉരുട്ടി സാരി വലിച്ചുരിഞ്ഞ് കറക്കെറിയും. എന്നിട്ട് നായക ജനിച്ച തൂണില് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് നായകനെ വെടിവെച്ചങ്ങ് കൊല്ലും. എന്നിട്ട് ഇത്തിരി ജീവനുണ്ടായിരുന്ന അവന്റെ മുമ്പിലിട്ട് നായികയുടെ വസ്ത്രാക്ഷേപം നടത്തും. സോ വെരി ഡർട്ടി ആൻഡ് ക്രൂവൽ ഗൈസ്. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം. സോ ഗൈസ്, ശരിക്കും എന്തിനാണ് നായകനും നായികയും കൂടി ഈ പണിയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഗ്രാമത്തിലുള്ളവരുടെ കുലത്തൊഴിലാണ് ഈ കഞ്ചാവ് കൃഷിയും കഞ്ചാവ് കടത്തലും. ഹൈ റിസ്ക് ഉള്ള പരിപാടിയാണ്. ആ മലമുകളിൽ നിന്ന് കൊച്ചു പിള്ളേർ ഉൾപ്പെടെയാണ് വീണ് മരിക്കുന്നത്. ഇന്ന് ഈ കൊച്ചിന്റെയും അമ്മയുടെയും ഭർത്താവ് മരിച്ചിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഈ മനസ്സാക്ഷിയിലത്തെ വില്ലമ്മ പറയും ഉള്ള പൈസയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും എല്ലാവരും പണിക്കറങ്ങിക്കോളും. ചാവണന്മാരൊക്കെ സ്വർഗത്തിൽ പൊക്കോളും, നീയൊക്കെ വന്ന് പണിയെടുക്കടേ. വിഷം കഴിച്ച് മരിച്ചു. അങ്ങനെ ഈ പാവങ്ങളെല്ലാം ജീവൻ എടുത്തുകൊണ്ട് നടക്കുന്ന ഈ കച്ചവടം എന്തുകൊണ്ട് നമുക്ക് തന്നെ സ്വന്തമായി ചെയ്തുകൂടാ? എന്നിട്ട് ആ പൈസ എടുത്ത് നമുക്ക് സ്കൂളും കോളേജും ആശുപത്രിയൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഉള്ളവർക്ക് നല്ല ആശ്വാസമാവും. വേണ്ടാ മൊണ്ണകളെ, നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെയോ, വല്ല കപ്പയോ മീനോ ഉരുളക്കിഴങ്ങോ നിങ്ങൾ കൃഷിയായിട്ട് ചെയ്തുകൂടെ? എന്തിന് കഞ്ചാവ് തന്നെ? എല്ലാവരെയും കൊന്നൊടുങ്ങുമ്പം ഇവര് കൃഷിയിലോട്ടങ്ങ് തിരിയും. അതാണ് ഈ കഥയുടെ പ്ലോട്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അനുഷ്ക തിരിച്ചു വരികയാണ്. ഒരു പ്രതികാരദാഹിയായി കയ്യിൽ പച്ചയൊക്കെ കുത്തി മാസ് കാണിച്ച് തിരിച്ചു വരും. നേരെ നമ്മുടെ പഴയ ലാബിലോട്ടങ്ങ് ചെല്ലുകയാണ്. ചെക്കന്മാ
പോയാ ഓക്കെ. ലാബിൽ കയറി ചെന്ന അനുഷ്ക ഒറ്റയ്ക്ക് ആ ലാബും തകർത്ത് എല്ലാ മല്ലന്മാരെ ഇടിച്ച് കറക്കും. അവിടെ ഇരുന്നൊരു കമ്പിയാണ് എടുത്ത് എല്ലാത്തിന്റെ ഹൃദയം കുത്തി കറക്കി എടുക്കും. ഇവിടെ ജഗമ്മ മായമ്മ ജഗമ്മ മായമ്മ. എന്നിട്ട് ഡൈനാമിറ്റ് കൊണ്ടിട്ട് അവിടെ മൊത്തം പൊട്ടിക്കും. പക്ഷെ അനുഷ്ക വന്നപ്പോ ഡൈനാമിറ്റ് ഇല്ല, അത് ഇവിടെ തിരികെ വെച്ചിരുന്ന തോട്ടാ. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മലയുടെ മുകളിൽ പോയി തല കൂടെ സ്വെറ്ററൊക്കെ ഇട്ട് മൂടിയിട്ട് ഇങ്ങനെ നിൽക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബ്ലറായ ക്യാമറ. വാവ്. അടുത്തത് ഇവളെ പിടിക്കാനായിട്ട് പറഞ്ഞുവിട്ട ഈ വില്ലനായ പോലീസുകാരന്റെ തല അവളെ അറത്ത് എടുക്കും. എന്നിട്ട് അതുകൊണ്ട് ഒരു കോലത്തിന്റെ മുകളിൽ കുത്തിവെക്കും. ഇനി ഒരു ഡീല് പേസാണെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ നമ്മൾ ഡാഡി ഗിരിജ അനുഷ്കയെ വിളിച്ചുകൊണ്ട് നമ്മുടെ വില്ലന്റെ വീട്ടിൽ കൊണ്ടുവരും. പഴയതൊക്കെ നീ മറക്കണം, നമുക്ക് പാർട്ട്നേഴ്സ് ആയിട്ട് വിലസാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, നിന്റെ കഴുത്ത് കിടക്കണ ആ താലി ഒന്ന് മാറ്റണമെന്ന്. എന്താ ആ താലി അവളെ കഴുത്ത് കിടക്കണ നിനക്ക് കക്കുസി പോകും. ഇമോഷണൽ മാസൊക്കെ വെറുതെ കുത്തിക്കയറ്റി കളഞ്ഞല്ലോടാ ഇതിനകത്ത്. ഒരു ബന്ധമില്ലാതെ ഇത്രയും വലിയ ഗാങ്സ്റ്റർ ഒന്ന് പറയണേ, നീ ആ താലി അങ്ങ് അറുത്ത് മാറ്റിക്ക്. അത് അവിടെ കിടന്ന് അത്ര ശരിയാവൂലെന്ന്. അത് കേട്ടത് നേരെ അനുഷ്ക ചാടി എണീച്ച് ഏവനെയൊക്കെ കൊല്ലും. എന്നിട്ട് അവിടെ നിന്ന് പാഞ്ഞു വരുന്ന വെടികുണ്ടുകളെ വെട്ടാൻ വരുന്ന ഗുണ്ടകളെയും തല്ലി ചതച്ച് ഒരു ലേഡി ജോൺ വിക്കിനെ പോലെ എല്ലാരെയും വെടിവെച്ച് കൊന്ന് അത് അങ്ങനെ ഒരു മണ്ട ചത്ത പോലെ കിടന്നാ പോലെ ഇരുന്നടാ. എന്തായാലും ഒരു 10-50 വരെ ഒറ്റയ്ക്ക് നിന്ന് അനുഷ്ക വെടിവെച്ച് കൊല്ലും. അതിനിടയിൽ ഒരു വെടി വയറിന് കിട്ടുകയും ചെയ്യും. ജയ് ബാലയ്യ. കിട്ടിയ വെടിയെ കൊണ്ട് അവിടെ കന്നൊരു ജീപ്പിൽ കയറി തലമ്പിടം നോക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വില്ലന്മാര് ചേസ് ചെയ്ത് വന്ന് ജീപ്പ് മറിച്ചിടും. മറിഞ്ഞു വീണ ജീപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പുറത്ത് കിടന്ന അനുഷ്കനെ വെടിവെച്ച് കൊല്ലാൻ നിന്ന വില്ലന്മാരെ കൂട്ടുകാരെ വന്ന് വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ഒരു കാട്ടുവൈദ്യന്റെ അടുത്തുകൊണ്ട് ഈ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് അവിടെ മാറ്റി ഈ ചുരം എങ്ങനെയെങ്കിലും ഇറങ്ങി നാട്ടിൽ കൊണ്ടുപോയി നല്ല ഹോസ്പിറ്റലിൽ കയറ്റി ചികിത്സ കൊടുത്ത് രക്ഷിക്കണം. ഇതാണ് ലക്ഷ്യം. അപ്പൊ നോക്കുമ്പോ അവിടെയും ചേസ് ചെയ്ത് വില്ലന്മാര്. പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച നായിക ചാടി എണീക്കുകയാണ് ഗൈസ്. എന്നിട്ട് അറവുശാലയിലേക്ക് കൊണ്ടുപോണ പന്നിക്കൂട്ടത്തെ കശാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ ആ മുതുക്കന്മാരെല്ലാരും ഇടിച്ച് ഉറക്കിയിട്ടേക്കാണ്. എന്ത് ആണുങ്ങൾക്ക് മാത്രം മതിയാ ഈ മാസം. നെപ്പോട്ടിസം വാഴുന്ന ഈ കാലത്ത് ഫെമിനിസവും കുറച്ച് വാഴട്ടെ. എന്നാൽ ഇതൊരു അല്പം ഓവറല്ല. ജ്വരം പിടിച്ച് ചത്ത കോഴിപ്പല്ലി യുവമാരൊക്കെ ഇടിച്ചിട്ട് കൊണ്ടുവരണമെന്നൊക്കെ വിശ്വസിക്കണമെന്ന് വെച്ചാൽ അവൻ എന്തിനാ ഇടക്കിടക്കിട്ട് തോന്നിക്കണം ഇങ്ങനെ. ഇതിനുശേഷം ഗ്രാമത്തിൽ എല്ലായിടത്തും ചെന്ന് നായക ഈ കാട്ടിപ്പണി വിടണം, കഞ്ചാവ് കൃഷി നമ്മൾ ഉപേക്ഷിക്കണം, കഞ്ചാവ് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഭാഷണങ്ങളൊക്കെ വെക്കുകയാണ്. അങ്ങനെ ആ പ്രസംഗമൊക്കെ കേട്ട് കുറെ പേര് മനസ്സ് മാറിയിട്ട് കുറച്ച് പേര് പണിക്ക് പോകാതിരിക്കണേ. അപ്പൊ നോക്കുമ്പോ നമ്മുടെ ഈ വില്ലയില് അവൻ ഗ്രാമത്തിൽ കയറി കൊച്ചുങ്ങൾ ഉൾപ്പെടെ ഗർഭിണികൾ ഉൾപ്പെടെ വെട്ടിക്കൊല്ലുന്നു. എടീ പൂതനെ, നിനക്ക് മതിയായില്ലേടി? ഇനിയും ആകെ 10-16 പേരുണ്ടായിരുന്ന ആ ഗ്രാമത്തിൽ ഇത്ര ആൾക്കാരത് ഇവിടെന്ന് ചാവുമ്പോ ആളെണ്ണം കൂട്ടിക്കാണിക്കാൻ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരെ വിളിച്ചാൻ തോന്നി. എനിവേ കലിപൂണ്ട നായിക നേരെ വില്ലന്മാരടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒരു വലിയ മൈതാനത്ത് വെച്ച് ഒരു 3-4 ഒരു കുന്തത്തി കുത്തി ഇങ്ങനെ നിർത്തിയേക്കാണ് ആകാശത്ത്. അത് കണ്ട് വില്ലൻ വാപ്പൊളിച്ച് നിൽക്കുമ്പോ യവന്മാരെ കാലേത് തലയേത് സൂപ്പർ ഗ്ലൂ ചെയ്ത് വെച്ചേക്കണവന്മാര. പിന്നെ അവിടെ ബോംബ് പൊട്ടുന്നു, എക്സ്പ്ലോഷൻ നടക്കുന്നു, കൂട്ടത്തിലുള്ളവരെല്ലാം ഇറങ്ങുന്നു, കാട്ടികളെല്ലാം കൂടി നായികയുടെ വശം തീർന്ന് വില്ലന്മാരെയൊക്കെ എടുത്തിട്ട് അറിയുന്നു. ഇത് എന്താടാ മരത്തിന്റെ ശിഖരോ? എടാ എണീറ്റ് ഓടടാ അവിടെ ഇരുന്ന് പെരുവാതാ. ഇത് എന്തരടാ, ഇത് മനുഷ്യനെ അതോ പൊരിയാടാ? ഇത് ഓരോരുത്തര് ബാക്കിലെടുത്ത് പോക്കണ്. കാർഡ്ബോർഡ് വെച്ചാടാ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചേക്കണത്. ഒടുവിൽ ഐൻസ്റ്റീനെ ന്യൂട്ടനെയും മറന്നൊരു ഫൈറ്റും കഴിഞ്ഞ് വില്ലന്റെ പള്ളക്ക് കത്തിക്ക് കീറി മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയി തീയിലിട്ട് സമാധിയാക്കും നമ്മുടെ അനുഷ്ക. ജഗമ്മ അല്ലേ, വേണ്ട, ചളിയായി പോകും. വില്ലനെ കൊന്നു. എന്നിട്ട് ഒരു മലയുടെ മോളിൽ പോയി ഇതേത് കൊച്ചു? ഇത് ബാഹുബലില്ലേ കൊച്ചാ? അല്ല, ഇത് ഏത് കൊച്ച്? ആ ബാഹുബലിക്ക് ശേഷം കൊച്ചുങ്ങൾ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് ഒരു ഹോബി ആയിരിക്കാണ് സിനിമാക്കാർക്ക്. ഓൾറെഡി കേസ് അങ്ങനെ ഒരു മലയുടെ മോളിൽ പോയി നമ്മുടെ ദേവസേന ഇങ്ങനെ നിൽക്കുന്ന ഷോട്ട് കൂടി കാണിച്ച് പടം അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ പൊന്നോ, നമ്മൾ ഈ തെലുങ്ക് കന്നഡ പടങ്ങളൊക്കെ കാണുമ്പോൾ ലോജിക്കിനെ മറക്കണം എന്ന് പറയുന്നത് എത്ര സത്യമാണ്. എന്തായാലും ശരി ഗൈസ്, ഞാൻ കുറെ നേരിട്ട് ഇവിടെ നിൽക്കുകയാണ്. കുടുംബത്തിൽ കയറിട്ട് ചോറിന സമയമായി. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.